ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടും ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ടും 2.1 ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിച്ചു, നോൺ ബാങ്കിങ്ങിനെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചും പഠിച്ചു. ഇന്നത്തെ സെക്ഷനകത്ത് നമ്മൾ പറയുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സിനെ കുറിച്ചിട്ടാണ്. പേയ്മെൻറ്റ് ബാങ്ക്സ് RBI 2015 ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ കാറ്റഗറി ഓഫ് ബാങ്ക്സ് ആണ് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ ബാങ്കിങ് സർവീസസ് ലഭിക്കാത്ത അല്ലെങ്കിൽ ബാങ്കിങ് സർവീസസ് അത്രയ്ക്കും എത്തിപ്പെടാത്ത ഏരിയയിലുള്ള, അതായത് സെമി അർബൺ ഏരിയയിലും റൂറൽ ഏരിയയിലും അൺബാങ്ക്ഡും അതുപോലെ അണ്ടർ ബാങ്ക്ഡും ആയിട്ടുള്ള പോപ്പുലേഷനെ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പേയ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സെമി അർബൺ ഏരിയയിലും റൂറൽ ഏരിയയിലുമാണുള്ളത്. പിന്നെ ആരെ ലക്ഷ്യം വെച്ചിട്ടാണ്? അൺബാങ്ക്ഡും അണ്ടർ ബാങ്ക്ഡും ആയിട്ടുള്ള പോപ്പുലേഷനെ ലക്ഷ്യം വെച്ചിട്ട് അവരിലേക്കൊരു സേവിങ് മനോഭാവം എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം. പിന്നെ ഇവിടെ ഫിസിക്കലായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരെ മിനിമലാണ്. കൂടുതലും മൊബൈൽ ബാങ്കിങ് ആപ്സ് അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് ഇതുവഴിയായിരിക്കും പ്രധാനമായിട്ടും ഇവിടുത്തെ ബാങ്കിങ് സർവീസസ് നടത്തുക. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇത് അൺബാങ്ക്ഡും അണ്ടർ ബാങ്ക്ഡും ആയിട്ടുള്ള പോപ്പുലേഷനെ ലക്ഷ്യം വെച്ചിട്ടാണ് നടത്തുന്നതെന്ന്. അതുകൊണ്ട് ഈ ഒരു ബാങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷത്തിൽ താഴെയുള്ള ഡെപ്പോസിറ്റ്സ് കസ്റ്റമറിൽ നിന്ന് സ്വീകരിക്കുന്നു. അതായത് ഒരു കസ്റ്റമറിന് 2 ലക്ഷം വരെയുള്ള ഡെപ്പോസിറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ റെമിറ്റൻസ് സർവീസസ് ഇത് ആൾക്കാർക്ക് നൽകുന്നുണ്ട്. പിന്നെ ഡെബിറ്റ് കാർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊബൈൽ ബാങ്കിങ് ആപ്സ്, അതായത് നമ്മുടെ UPI പേയ്മെൻറ്റ് അങ്ങനെയുള്ളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് കാർഡ് ഇവരുടെ ഡെപ്പോസിറ്റ് ഇവർക്കൊന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും മൊബൈൽ പ്ലാറ്റ്ഫോംസും ഒക്കെ വഴിയാണ് കൂടുതലും ഇത് വർക്ക് ചെയ്യുക. ഫിസിക്കലായിട്ടുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര മിനിമലാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, പക്ഷേ ഇവർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ലോൺസ് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മളിലേക്ക് ഒരു സേവിങ് മനോഭാവം എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സില്ല. ലോൺസ് പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഇല്ല. അതുപോലെ തന്നെ ഇവർ NRI ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താണ് NRI ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്? ഇന്ത്യയിൽ റെസൈഡ് ചെയ്യാത്ത ഇന്ത്യൻസ് അവരുടെ ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ ഇതിൽ നിന്നും ഇതിലേക്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇനി ഈ ബാങ്ക് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലോ കോസ്റ്റ് ഓപ്പറേഷൻസിനാണ്. അതായത് അധിക ചിലവുകളൊന്നുമില്ലാത്തത്. ഇപ്പം നമുക്ക് ബിൽ പേയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ട്രാൻസ്ഫർ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് നടത്താം. അങ്ങനെയുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാങ്ക്സ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്ക്സ് എന്തിനു വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? 1, റിമോട്ടും റൂറലും ആയിട്ടുള്ള ഏരിയകളിൽ ബാങ്കിങ്ങിൻ്റെ സർവീസസ് എത്തിക്കുക. 2, ക്യാഷ്ലെസ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് എൻകറേജ് ചെയ്യുക, അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എൻകറേജ് ചെയ്യുക. 3rd, ഇൻഫോർമൽ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ബാങ്കിങ് സെക്ടർ കൊണ്ടുവന്ന് അവിടെ ഒരു ഫോർമൽ ഇൻ്റഗ്രേഷൻ നടത്തുക. പിന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് യൂസ് ചെയ്ത് ആൾക്കാരിലേക്ക് ഗവൺമെൻറ് സർവീസസിൻ്റെ സബ്സിഡി എത്തിക്കുക. അതായത് ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വേതനങ്ങളൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടാകും. ഇപ്പം നമ്മൾ തൊഴിൽ രഹിതരാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും അതിലേക്ക് വേണ്ടിയിട്ടുള്ള വേതനം കിട്ടുന്നുണ്ടാകും. അങ്ങനെയുള്ള വേതനം ഡയറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റമൊക്കെ ഈ ബാങ്ക് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ബാങ്ക് നിലനിൽക്കുന്നത്. സർവീസസ് ഓഫേർഡ് ബൈ പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്ക്സ് ഓഫർ ചെയ്യുന്ന സർവീസസ്. ഫസ്റ്റ് വൺ, കറൻറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്സ് ആണ്. ഇപ്പോൾ 2 ലക്ഷത്തിൽ താഴെയുള്ള ഡെപ്പോസിറ്റ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്ന സിസ്റ്റം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ 2 അക്കൗണ്ട് ടൈപ്സ് മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് 2 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. നമുക്ക് ബാങ്ക് ബാലൻസ് 2 ലക്ഷമായിരിക്കണം മാക്സിമം എന്ന് പറയുന്നത്. പിന്നെ ഇവർ മൊബൈൽ ആൻഡ് ഓൺലൈൻ ബാങ്കിങ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാങ്കിങ് ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും. 3rd, ഡെബിറ്റ് കാർഡ്സ്. ഇപ്പം ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ് സിസ്റ്റവും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അത് UPI ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ട്രാൻസ്ഫേഴ്സ് നടത്താൻ പറ്റും. നെഫ്റ്റ്, IMPS ഇങ്ങനെയുള്ള ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം കൂടി ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ നെഫ്റ്റും IMPSും UPI ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റി പേയ്മെൻറ്റ്സ്. ഇപ്പം നമ്മുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, മൊബൈൽ റീചാർജ് പോലുള്ള ബിൽ പേയ്മെൻറ്റിന് ഇവർ നമുക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ വഴി നമുക്ക് നമ്മുടെ ബാങ്കിങ് അക്കൗണ്ടിലേക്ക് നമ്മുടെ വാട്ടർ ചാർജ് അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ലിങ്ക് ചെയ്ത് ആ അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്തിടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അപ്ഡേറ്റ് വരില്ലേ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത്. അതുപോലുള്ള യൂട്ടിലിറ്റി പേയ്മെൻറ്റിനെയും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ DBT പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലേ, നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ വേതനമൊക്കെ ആൾക്കാരിലേക്ക് ഡയറക്റ്റ്ലി എത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഗവൺമെൻറ് സർവീസസൊക്കെ ഡയറക്റ്റ്ലി എത്താൻ വേണ്ടി ഈ ഒരു ബാങ്ക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലീഡിങ് പേയ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യയിൽ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന പേയ്മെൻറ്റ് ബാങ്ക്സ് ഏതൊക്കെയാണ്? എയർടെൽ പേയ്മെൻറ്റ് ബാങ്കാണ് ഫസ്റ്റ് വൺ. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പറും ആധാർ ബേസ്ഡ് KYCയും യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമതുള്ളത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ്. ഇത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളിലെ കണക്റ്റ് ചെയ്ത് അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് നമുക്ക് പറയാൻ പറ്റും ഇപ്പം നമ്മുടെ സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഇതിനെയൊക്കെയാണ് നമ്മൾ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ടുള്ള ബാങ്കിങ് ആണ് ഇവർ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ തേർഡ് വൺ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്സ്. പേടിഎമ്മിൻ്റെ യൂസർ ബേസ്ഡ് അതല്ലെങ്കിൽ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആക്സസ് എത്തിക്കുന്ന ബാങ്ക് ടൈപ്പാണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് ടൈപ്പ് അല്ല, ബാങ്ക്സാണ് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ബാക്ക് ബോൺ ഓഫ് പേയ്മെൻറ്റ് ആപ്സ്. പേയ്മെൻറ്റ് ആപ്സ് എന്ത് ടെക്നോളജിയുടെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വയ ആധാർ യൂസ് ചെയ്തിട്ടുള്ള ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ മൊബൈൽ ഫസ്റ്റ് ആർക്കിടെക്ചർ ഫോർ സർവീസ് ഡെലിവറി. അതായത് ബാങ്കിങ് സർവീസസിന് വേണ്ടിയിട്ട് മൊബൈൽ ഓതൻറ്റിക്കേഷൻസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ UPI ആൻഡ് QR കോഡ് ഇൻ്റഗ്രേഷൻ. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൂടുതൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന UPI ആൻഡ് QR കോഡ് ഇൻ്റഗ്രേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ക്ലൗഡ് ബേസ്ഡ് കോർ ബാങ്കിങ് സിസ്റ്റം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഇവർ ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള കോർ ബാങ്കിങ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഫിസിക്കൽ എക്സിസ്റ്റൻസ് വളരെ ലിമിറ്റഡ് ആണ് ഇവർക്ക്. പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് ഇന്നോവേഷൻസ് പേയ്മെൻറ്റ് ബാങ്ക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഇത് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ. ബെനിഫിറ്റ്സ് ഓഫ് പേയ്മെൻറ്റ് ബാങ്ക്സ്. പേയ്മെൻറ്റ് ബാങ്ക്സിന് എന്താ ബെനിഫിറ്റ്? എന്തുകൊണ്ടാണ് ഇത് ഫിനാൻഷ്യൽ സർവീസസിൽ ഫിനാൻഷ്യൽ ടെക്നോളജി കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബാങ്കിങ് സർവീസാണ് നമ്മൾ പറയാൻ കാരണം ഫസ്റ്റ് വൺ ലാസ്റ്റ് മൈൽ ആക്സസ് ആണ്. അതായത് റൂറലും അണ്ടർസേർവ്ഡും ആയിട്ടുള്ള ഏരിയകളിൽ അങ്ങേയറ്റം ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു ബാങ്ക് ടൈപ്പാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടുള്ള ബാങ്കുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഏരിയകളിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നുണ്ട്. സെക്കൻഡ് വൺ ഫാസ്റ്റർ ഇൻക്ലൂഷൻ. ഇപ്പോൾ പ്രോസസ്സ് ഭയങ്കര സിംപ്ലിഫൈഡ് കൊണ്ട് തന്നെ ഈ KYC ഒക്കെ യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിളാണ്. കൂടുതൽ ആൾക്കാരെ വേഗം തന്നെ നമുക്ക് ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ സേഫ് ഡിജിറ്റൽ സ്റ്റോറേജ്. അപ്പോൾ ചെറിയ സേവിങ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ട്രാൻസാക്ഷൻസും ഒക്കെ ബാങ്കിങ് ട്രാൻസാക്ഷൻസൊക്കെ ഭയങ്കര കോസ്റ്റ്ലെസ് ആയിട്ടും അതുപോലെ സേഫായിട്ടും നടത്താൻ വേണ്ടിയിട്ട് ഈ ബാങ്ക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ സപ്പോർട്ട് ഫോർ DBT. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി സിസ്റ്റം ഡയറക്റ്റ് ബെനിഫിഷ്യറിയിലേക്ക് കറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് നൽകുന്നത് ഈ ഒരു പേയ്മെൻറ്റ് ബാങ്ക്സാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റ്ലി ബെനിഫിഷ്യറിയിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. ഇതിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെങ്കിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ
നോ ക്രെഡിറ്റ് സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവർ ബാങ്കിങ് സർവീസസിനകത്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ നമുക്കൊരു ലോൺ വേണം എന്നുണ്ടെങ്കിൽ അത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. റവന്യൂ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ലിമിറ്റഡ് ആയിട്ടാണ്. പിന്നെ ലോ പ്രോഫിറ്റബിലിറ്റി. അപ്പം ഈ ട്രാൻസാക്ഷൻ്റെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവീസസ് അതിൽ നിന്നും യൂസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫീ എന്നൊക്കെ പറയുന്നതാണ് ഇതിന് ഇൻകം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലോൺസ് പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഇൻകം അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. തേർഡ് വൺ, റെഗുലേറ്ററി ക്യാപ്പ് ഓൺ ഡെപ്പോസിറ്റ്സ്. ഇപ്പോൾ 2 ലക്ഷം എന്ന് പറയുന്ന ഒരു മാക്സിമം എമൗണ്ട് മാത്രം ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ, അല്ല അതിനകത്തോട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ബാങ്ക് സ്വീകരിക്കുന്ന മാക്സിമം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2 ലക്ഷം. അതൊരു വലിയ ലിമിറ്റേഷനാണ്. പിന്നെ ഉള്ളത് ലാക്ക് ഓഫ് അവയർനെസ്. പല ആൾക്കാർക്കും ഇതിൻ്റെ ബാക്കി ബെനിഫിറ്റ്സിനെ കുറിച്ച് അവബോധമുണ്ടായിരിക്കില്ല. ജസ്റ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ളൊരു ബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സർവീസസിനെ കുറിച്ചിട്ടൊന്നും ബോധം ഉണ്ടാവില്ല. അതൊരു ലിമിറ്റേഷനാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, പോസ്റ്റ് ഓഫീസ് വഴി വർക്ക് ചെയ്യുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ഉണ്ടെന്ന്. അപ്പം ഇവർ വർക്ക് ചെയ്യുന്നത് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് വഴിയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് നമ്മൾ വഴിയല്ല, ഇപ്പം നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന പോസ്റ്റ്മാൻ്റെ കയ്യിലുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് വഴിയാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നത്, പോസ്റ്റ് ഓഫീസിൻ്റെ ഇതാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇവർക്കൊക്കെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പേയ്മെൻറ്റ് ബാങ്ക്സ് വഴി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ KYC വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ വഴിയോ മൊബൈൽ നമ്പർ വഴിയോ ആയിരിക്കും ചെയ്യുന്നത്. ബയോമെട്രിക് വെരിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം നമുക്ക് LPG പോലുള്ള സബ്സിഡി ഡയറക്റ്റ്ലി നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെബിറ്റ് കാർഡ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ വഴി നമുക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴിയുള്ളതാണെങ്കിൽ നമ്മൾ പോസ്റ്റ്മാൻ്റെ കയ്യിലുള്ള ഡിവൈസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക.